ഹോർമുസ് ഒരു കടലിടുക്കിന്റെ കഥ. അപമാനത്തിലൂടെയും അട്ടിമറിയിലൂടെയും ഉണ്ടായ വഴിത്തിരിവ്. എണ്ണദേശീയത അതിന്റെ ഉച്ചസ്ഥായിയിലേക്കുയരുന്നു. പിന്നീട് 1953 അട്ടിമറിയിലേക്ക് തകരുന്നു. തുടർന്ന് ബ്രിട്ടൻ പിന്മാറാൻ തുടങ്ങുമ്പോൾ ഒരു ഭൗമരാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു. സ്മാർട്ട് മീഡിയ അവതരിപ്പിക്കുന്ന പൂർണ്ണ ഡോക്യുമെന്ററി കാണുക. എണ്ണ വ്യവസായത്തിന്റെ ദേശീയവൽക്കരണ സമയത്ത് ദേശീയ ബോധം രാജ്യത്തുടനീളം അതിന്റെ പരകോടിയിലെത്തിയിരുന്നു. തെരുവുകളിലും പൊതുയോഗങ്ങളിലും ഇറാന്റെ പേര് എപ്പോഴത്തേക്കാളും കൂടുതൽ കേൾക്കാമായിരുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ കാണാൻ കഴിഞ്ഞത് മറ്റൊന്നായിരുന്നു. അതിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകൾ ഇറാന്റേതല്ലാത്ത പതാകകളാണ് ഉയർത്തിയിരുന്നത്. അവയിൽ ബ്രിട്ടീഷ് പതാകയുടെ സാന്നിധ്യം പ്രകടവും സുപരിചിതവുമായി തുടർന്നു. ഈ ജലപാതയ്ക്ക് സമീപം ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ കേവലം ഒരു സാമ്പത്തിക യാഥാർത്ഥ്യം മാത്രമായിരുന്നില്ല. അവരിലത് കടുത്ത അമർഷവും ദേശീയമായ അപമാനബോധവും ഉണ്ടാക്കിയിരുന്നു. തങ്ങളുടെ സ്വന്തം രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം തങ്ങളുടെ കൺമുന്നിൽ വെച്ച് കൈവിട്ടു പോകുന്നതുപോലെയായിരുന്നു അത്. ഈ അപമാനം ഒടുവിൽ 1953 അട്ടിമറിയോടെ അതിന്റെ അത്യുന്നതങ്ങളിലെത്തി. അതിനുശേഷം ഇറാൻ ഒരു മാരകമായ നിശ്ശബ്ദതയിലേക്ക് താഴ്ന്നുപോയി. എന്നിരുന്നാലും മുഹമ്മദ് റസ പെഹ്ലവിയെ സംബന്ധിച്ചിടത്തോളം ഈ നിശ്ശബ്ദത അദ്ദേഹം ഏറെ നാളായി കാത്തിരുന്ന നിമിഷമായിരുന്നു. ഇത്തവണ അദ്ദേഹം മടിച്ചു നിൽക്കുന്ന ഒരു രാജാവായിരുന്നില്ല, മറിച്ച് അധികാരം പൂർണ്ണമായും സ്വന്തം കൈകളിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ ഇതേ സമയം പേർഷ്യൻ ഗൾഫിന്റെ മറുഭാഗത്ത് ഒരു വലിയ മാറ്റം രൂപപ്പെടുന്നുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി ഈ മേഖലയ്ക്ക് മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന ശക്തിയായ ബ്രിട്ടന് തങ്ങളുടെ പഴയ കരുത്ത് ഇനി ഉണ്ടായിരുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്നുള്ള കനത്ത സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും ആഗോളതലത്തിൽ മാറിമറിഞ്ഞ ശക്തി സന്തുലിതാവസ്ഥയും കിഴക്കൻ സൂയസിൽ തങ്ങളുടെ വിപുലമായ സൈനിക സാന്നിധ്യം ഇനി നിലനിർത്താൻ കഴിയില്ലെന്ന നിഗമനത്തിലേക്ക് ലണ്ടനെ എത്തിച്ചു. ഈ സാഹചര്യങ്ങളാണ് സൂയസിന് കിഴക്ക് നിന്നുള്ള ബ്രിട്ടന്റെ പിന്മാറ്റത്തിന് കാരണമായത്. ഇപ്പോൾ ബ്രിട്ടന്റെ തടാകം എന്ന് വിളിക്കപ്പെട്ടിരുന്നതിന് പോലും ആ പേര് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് തോന്നിപ്പിച്ചു. കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്നതുപോലെ അത് വീണ്ടും പേർഷ്യൻ ഗൾഫിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് തങ്ങൾ പിന്മാറുമെന്ന് ബ്രിട്ടൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.